മിഡിൽ ഈസ്റ്റ് എന്ന ഭൗമരാഷ്ട്രീയ അഗ്നിപർവ്വതം ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി തുടർന്നിരുന്ന നിഴൽ യുദ്ധങ്ങൾ അവസാനിക്കുകയും വൻ ശക്തികൾ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങുകയും ചെയ്യുന്ന ഭീകരമായ കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനുമേൽ നടത്തിയ അതിശക്തമായ വ്യോമ ആക്രമണങ്ങളും അതിന് ഇറാൻ നൽകുന്ന പ്രത്യാക്രമണങ്ങളും ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഇറാന്റെ സൈനിക പ്രതിരോധത്തെ എന്നേക്കുമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ പ്രതിരോധ സേന 5000-ഓളം ബോംബുകൾ ഇറാന്റെ വ്യോമ മേഖലയിൽ വർഷിച്ചത്. ഒരു പരമാധികാര രാജ്യത്തിന് മേൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കാം. ഇസ്രയേലിന് പിന്നാലെ അമേരിക്കയും രംഗത്തെത്തി. ഇറാന്റെ അത്യാധുനിക മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ഡ്രോൺ നിർമ്മാണശാലകൾ, ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള 2000-ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തങ്ങളുടെ ആക്രമണം നടത്തിയതായി വാഷിംഗ്ടൺ സ്ഥിരീകരിച്ചു. ഇറാന്റെ സൈനിക ശേഷിയെ പാടെ ഇല്ലാതാക്കി അവരെ ഒരു നിരുപാധിക കീഴടങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ സംയുക്ത നീക്കത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. തങ്ങളുടെ മണ്ണിലുണ്ടായ വൻ നാശനഷ്ടങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി അതിശക്തമായിരുന്നു. ഏകദേശം 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ആത്മഹത്യാ ഡ്രോണുകളുമാണ് ഇറാൻ ഒരേ സമയം തൊടുത്തത്. അമേരിക്കൻ നേവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ സ്ഥിരീകരിച്ച ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല എന്നാണ്. വർഷങ്ങളായി ഇറാൻ നിർമ്മിച്ചെടുത്ത ഭൂഗർഭ മിസൈൽ നഗരങ്ങളും വികേന്ദ്രീകൃത സൈനിക യൂണിറ്റുകളും ഈ ആക്രമണത്തെ അതിജീവിക്കാൻ അവരെ സഹായിച്ചു. 5000 ബോംബുകൾ വീണിട്ടും 5000-ത്തിലധികം മിസൈലുകളുമായി തിരിച്ചടിക്കാൻ ഇറാന് കഴിഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ കണക്കുകൂട്ടലുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്.